വാവ്, അജ്മീർ റൈസ് പൗഡർ. അപ്പം, ഇടിയപ്പം, പത്തിരിയൊക്കെ പെർഫെക്റ്റ് പൗഡർ. അയ്യോ, സ്കിപ്പ് ചെയ്യല്ലേ, പരസ്യമൊന്നുമില്ല കേട്ടോ. എന്നെ ആരെങ്കിലും പരസ്യത്തിലെടുക്കോ? അടുത്തുള്ളൊരു മലയാളി കടയിൽ പോയപ്പോഴാണ് ഞാൻ ഈ അജ്മീർ റൈസ് പൗഡർ അവിടെ കണ്ടത്. അപ്പം എനിക്ക് നൊസ്റ്റാൾജി അടിച്ച്. പണ്ട് ഉമ്മ ഉണ്ടാക്കി തരുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്, തേങ്ങയും ഇതുപോലെ കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ നിർത്തിയിട്ട് അതങ്ങോട്ട് വാങ്ങിച്ച്. വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഒരു ഗ്ലാസ് അരിപ്പൊടി കുറച്ച് ചൂടുവെള്ളത്തിനകത്ത് കുഴച്ചെടുക്കുക. അതിനകത്തോട്ട് 3-4 ടീസ്പൂൺ ചെറിയുള്ളിയും കുറച്ച് തേങ്ങയും ഇച്ചിരി ജീരകവും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കൊണ്ട് കുഴച്ച് അടിപൊളിയായിട്ട് കൊണ്ട് എടുക്കുക. പിന്നെ എൻ്റെ ഉമ്മ അത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്തേക്കണേ. ഞാൻ എങ്ങനെയാണോ പോത്തേ നിനക്ക് ഉണ്ടാക്കി തരുന്നതെന്ന് ഉമ്മ കമൻറ്റ് ചെയ്യരുത്. ഇനി ഇതാ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. കുറച്ച് എണ്ണ തൂക്കിയിട്ട് ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് കുഞ്ഞ് അപ്പാക്കി എടുത്തിട്ട് എക്സ്ട്രാ ഓയിലൊന്നും ആഡ് ചെയ്യാതെ ഒരു പാനിനകത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. 1-2 ഒരു പപ്പടം പോലെ ആയെങ്കിലും കുറച്ചധികമൊക്കെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറിയാണ് ഇതിൻ്റെ കൂടെ പെർഫെക്റ്റ് കോംബോ. അല്ലെങ്കിൽ ഈ ചെറിയുള്ളിയുടെയും ചെറിയ ജീരകത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകതരാണല്ലേ. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ടേസ്റ്റ് നിന്ന് അങ്ങോട്ട് വിടുകയും ചെയ്ത് ഉമ്മാൻ്റെ ടേസ്റ്റിലോട്ട് അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു ആ ടേസ്റ്റ്. എന്തായാലും കൊതി അങ്ങോട്ട് തീർന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കിയോണ്ട് തന്നെ ഒറ്റയടിക്ക് ഇരുന്നിട്ട് 4 എണ്ണം അങ്ങോട്ട് കഴിച്ച് തീർത്തു.